ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ. സ്ഥാനത്ത് നിന്നും മാറണമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നിലവിൽ സംതൃപ്തനും സന്തോഷവാനുമാണ്. ഹൈക്കമാൻഡ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന് പറഞ്ഞാൽ മാറുമെന്നും കെ സുധാകരൻ പറഞ്ഞു. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുക, ഹൈക്കമാൻഡോട് ചോദിക്കുക. അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി. അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ. അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല. അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും. സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് കെ സുധാകരൻ ഇതേ സംബന്ധിച്ച് പറയുന്നത്? അദ്ദേഹം വരികൾക്കിടയിൽ സമ്മതിക്കുകയാണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെയുള്ള കൂടിക്കാഴ്ചയുടെ പ്രതിഫലനം അല്ലേ? സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണോ സുധാകരന്റെ ശരീരഭാഷയും വ്യക്തമാക്കുന്നത്? എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ മാറ്റും എന്നുള്ളതിന്റെ ഏതാണ്ട് വിവരം സുധാകരന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡ് എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് അംഗീകരിക്കും. മാറാൻ പറഞ്ഞാൽ ഹൈക്കമാൻഡ് മാറാൻ പറഞ്ഞാൽ മാറും. ഇതിൽ കൂടുതൽ പ്രതികരണം തേടേണ്ടത് ഹൈക്കമാൻഡിനോടാണ്. ഇതുവരെ എനിക്ക് അത്തരത്തിൽ മാറണം എന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല. ഈ നിർദ്ദേശം കിട്ടുന്ന മുറക്ക് പ്രതികരിക്കാം എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം സുധാകരൻ സമ്മതിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിയും ഖാർഗെയും എല്ലാം, മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മാറണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പുതിയ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരുടെയെങ്കിലും പേര് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിന് മാറാൻ ഈ പറയുന്നതിന് മുൻപ് എന്തിനാണ് പേര് നിർദ്ദേശിക്കുന്നത്? ഇതുവരെ ആരുടെയും പേര് നിർദ്ദേശിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകിയിട്ടില്ല. ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള തരത്തിലുള്ള ചർച്ച നടന്നോ എന്നുള്ള ചോദ്യത്തിന് അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. ആ വിഷയത്തിൽ അധികം ചർച്ചകൾ നടന്നിട്ടില്ല. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളും മറ്റുമാണ് കൂടുതൽ ചർച്ചയായിട്ടുള്ളത് എന്നുള്ളതാണ് സുധാകരൻ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഞാൻ സംതൃപ്തനും സന്തോഷവാനുമാണ് എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞത്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായും സന്തോഷം. നേരത്തെ ഈ വി.ഡി. സതീശനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെ ഒരു തീരുമാനമില്ല, ഹൈക്കമാൻഡാണ് അന്തിമ പദവി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈക്കമാൻഡിനോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് പറയട്ടെ എന്നുള്ളതാണ്. അതിനുശേഷം കാണിച്ചു തരാം എന്നുള്ളൊരു വാക്കുകൾ കൂടി അതിൻ്റെ പിന്നിലുണ്ട്. കെ സുധാകരനെ ഏറെ നാളായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും സുധാകരന്റെ കൂടുതൽ പ്രതികരണം ഇന്ന് തന്നെ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട പല ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സുധാകരൻ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ മുൻപുള്ള പ്രതികരണങ്ങളിൽ നിന്നും, അതായത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെയുള്ള പ്രതികരണങ്ങൾ ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട മുൻപ് അത്തരം ചർച്ചകൾ ഉണ്ടായപ്പോൾ അത് സുധാകരൻ ഒറ്റയടിക്ക് നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു മുൻപുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ഇന്ന് രാവിലെ പ്രതികരിച്ചപ്പോൾ അതിനുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ പ്രതികരണം നടത്തിയിട്ടുള്ളത്. കാരണം ഹൈക്കമാൻഡിന് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയാൻ ഹൈക്കമാൻഡിനെ ബന്ധപ്പെടണം എന്നുള്ള കാര്യമാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സുധാകരന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. സുധാകരനോട് മാറേണ്ടി വരും എന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജിംഷ. ശരി എം സന്തോഷ്. എന്തായിരുന്നാലും സുധാകരൻ്റെ സ്ഥാനമാറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും അതേ സംബന്ധിച്ച് സൂചനകൾ നൽകുകയാണ് കെ സുധാകരനും. ഹൈക്കമാൻഡിനോട് ചോദിക്കൂ, അവർ പറയും. ഹൈക്കമാൻഡ് ആണ് ഉന്നതാധികാരികൾ. അവർ പറയുന്നത് അവർ പറഞ്ഞാൽ അത് പാർട്ടി പറയുന്നതായി കണക്കാക്കി തന്നെ മാറി നിൽക്കുമെന്നൊക്കെയാണ് കെ സുധാകരൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയും സംബന്ധിച്ചും സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹം. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളായി സന്തോഷ് നൽകുന്നത്.